ഞാൻ ജിനീഷ് ശാന്തി യോഗ. നമ്മൾ അറിയാം, എല്ലാ വർഷവും അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പ്രോഗ്രാമുകളൊക്കെ വളരെ ഗംഭീരമായി നമ്മൾ ആഘോഷിക്കാറുണ്ട് അല്ലേ. ഇപ്രാവശ്യം നമ്മളൊരു മെഗാ സൂര്യ നമസ്കാര പ്രോഗ്രാമിൽ കൂടെയാണ് നമ്മൾ ആ യോഗാ ദിനാചരണത്തിൻ്റെ പ്രോഗ്രാമിൽ വർണ്ണക്കൊഴുപ്പാക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആരോഗ്യപരമായ ഒരു ജീവിതം, അത് സമാധാനവും സന്തോഷത്തോടു കൂടി നമുക്ക് നയിക്കുവാൻ സാധിക്കുന്ന ഒരു സിമ്പിളായ പരിശീലന പദ്ധതിയാണ് യോഗ പരിശീലനം. ആ യോഗ പരിശീലനത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന സിലബസ് സൂര്യ നമസ്കാരം തന്നെയാണ്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് എങ്ങനെ സൂര്യ നമസ്കാരം കൊണ്ടുപോകാം, ഇവിടെ ഞാൻ ഡെമോ കാണിക്കുവാൻ പോവുകയാണ്. ശ്വാസത്തിൻ്റെ ഗതി കൃത്യമായി നമ്മൾ ഉൾക്കൊണ്ട് വേണം പരിശീലിക്കുവാനും. ശരീരത്തിന് മുറുക്കമില്ലാതെയാണ് ആ പരിശീലന ക്രമങ്ങൾ ഇവിടെ തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായി ശ്വസനക്രമം പാലിച്ചുകൊണ്ടുള്ള പരിശീലനമാണ്. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ നിങ്ങൾക്കത് ഈസിയായി പരിശീലനത്തിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ പരിശീലിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ കൂടെ കാണാം. ആദ്യം തന്നെ യോഗ മാറ്റ്, കൃത്യമായി യോഗ മാറ്റിൻ്റെ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വരിക. അവസാനിക്കുമ്പോഴും തുടങ്ങുമ്പോഴും നമ്മൾ ഇതേ മെത്തേഡിലായിരിക്കും നമ്മൾ മൂമെൻറ്റ്സുകൾ ഉണ്ടാവുക. ഇവിടെ കൈ നമ്മൾ ഉണ്ടാവും, പ്രെയർ പോസിലാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു പോസ് വരുന്ന സമയത്ത് നമ്മൾ ശാന്തമായി സാധാരണ ശ്വാസോച്ഛ്വാസമാണ് ഇവിടെ നൽകേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ 1 ഈ പോസിൽ നിന്ന് രേഖപ്പെടും. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൾ പതുക്കെ മുകളിലേക്ക് ഉയർത്തുകയാണ്. ഇവിടെ ഉയർത്തുമ്പോൾ ഇരു കൈകളും കാതോട് ചേർന്നിരിക്കണം. പതുക്കെ പതുക്കെ കൈകളൊന്ന് പുറകിലേക്ക് കേട്ടാം, സിമ്പിളായിട്ട്. ഇവിടെ ശ്വാസത്തെ അധികം മുറുക്കാനൊന്നും വേണ്ട. അപ്പോൾ നല്ല പ്രാക്ടീസ് ആയവർക്ക് ശ്വാസം ഉള്ളിലേക്ക് നിർത്താം, അല്ലാത്തവർ പതുക്കെ എന്ന് കൈ ഇങ്ങനെ പുറകിലേക്ക് കൊണ്ടുപോയി സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ പതുക്കെ ശ്വാസം പൂർണ്ണമായി എക്സേൽ ചെയ്തുകൊണ്ട് സാവകാശം. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ നേരെ കൈ ഇങ്ങനെ കൊണ്ടുവരാം. നല്ല പ്രാക്ടീസ് ആയവർക്ക് മാത്രമേ നേരെ താഴെ കൈമുട്ട് സിമ്പിളായി പതിച്ചു വയ്ക്കുകയും തല താഴ്ത്തി നമ്മളുടെ വയറിനോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുക. ഇവിടെ അതിനുശേഷം കൈ പുറകിലേക്ക് കൊണ്ടുപോയി മുട്ട് പതുക്കെ മാറ്റിലാണ്, മുട്ട് പതുക്കെ ടച്ച് ചെയ്യും. കാലിൻ്റെ പാദം നീട്ടി വെച്ച് ഇതൊരു 90 എന്ന ലെവലിൽ ഉണ്ടാവും. കറക്റ്റ് 90 ലെവലിൽ തല പൊന്തിക്കുക. ഇവിടെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നല്ലോണം ഈ താടി ഭാഗം നല്ലോണം മുകളിലേക്ക് ഉയർത്തുക. കണ്ണുകൾക്കൊന്നും അമിതമായ സ്ട്രെയിൻ കൊടുക്കേണ്ട. കൈയുടെ ബാലൻസ് ചെയ്ത് ശ്വാസം എടുത്ത് പതുക്കെ ബ്രീത്ത് എടുത്തിട്ട് ശ്വാസം എടുത്തിട്ടാണ് കാല് പുറകിലേക്ക് പോകുന്നത്. അതിനുശേഷം പതിയെ മുട്ട ടച്ച് ചെയ്യുക. എന്നിട്ട് സാവകാശം നമ്മൾ പുറകിലേക്ക് പോകുമ്പോൾ ഇതാണ് ഹീലും ബട്ടക്സും അമർന്നിരിക്കുകയും ഇവിടെ കൈ നമ്മൾ വലിക്കരുത്. നമ്മൾ ഇവിടെ നിന്നാണ് പുറകിലേക്ക് വന്നത്, ഇങ്ങനെയാണ് വന്നത്. ചിലർക്ക് ചിലപ്പോൾ വയറൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമിതമായി തല താഴ്ത്തണ്ട, മുന്നിലേക്ക് നോക്കുക. ഇതിന് വളരെ ഫ്രീ ആയിട്ടിരിക്കുക. അതിനുശേഷം പതുക്കെ ശ്വാസം മുന്നോട്ട് എടുക്കുക. ശരീരം മുന്നോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ശ്വാസം എടുത്ത് ചെസ്റ്റും ചിന്നും ടച്ച് ചെയ്യിക്കുക. ഇതിന് അഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നത്. ഇത് നമ്പർ 7 ആണ് വരിക. പിന്നെ നെറ്റി ടച്ച് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് തല പൊന്തിക്കണ്ട. ഭുജംഗാസനം എന്നായി പറയുന്നത്. നേരെ നോക്കുക. സാവകാശം വീണ്ടും ഒരു ബ്രേക്ക് വേണം. ഫുള്ള് ശ്വാസം വിട്ടൊന്ന് റിലാക്സ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ മൗണ്ടൻ പോസ് സെറ്റ് ചെയ്യുക. ഇവിടെ കാലിനെ പൂട്ടി ശരിക്കും അമർന്നിരിക്കണം. ഫുള്ള് റിലീസ് ചെയ്ത് സാവകാശം കാല് മുന്നിലേക്ക് എടുത്ത് വെക്കാം. മുന്നിലേക്ക് എടുത്തു വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ തല പൊന്തിക്കാം. ഇങ്ങനെ കാല് എടുത്ത് വെക്കാൻ പറ്റാത്തവർ ഈ പോസിൽ പതിയെ ഈ മൗണ്ടൻ പോസിൽ തന്നെ വന്ന് സാവകാശം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ കൈ വലത് കൈ ഒന്ന് ലൂസ് ചെയ്യുക. വലത് കൈ ഇപ്പോൾ ഇടത് കൈയാണെങ്കിൽ ഇടത് കാലം എടുത്ത് വെക്കാൻ ഇടത് കൈ ഒന്ന് ലൂസ് ചെയ്യുക. കൈ ഒന്ന് ലൂസ് ചെയ്തിട്ട് വളരെ ഫ്രീ ആയിട്ട് കാലുണ്ടാവും ഒന്ന് സപ്പോർട്ട് ചെയ്തെടുത്ത് വയ്ക്കുക. ഇവർ 3 പേരും ഒരേ ലൈനിൽ വരണം. അതിനുശേഷം തല പൊന്തിക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എളുപ്പമുള്ള മാർഗമാണ് ഇവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. പതിയെ മുന്നിലേക്ക് വന്നു സാവകാശം ശ്വാസം അയച്ച് പതുക്കെ പതുക്കെ. നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് റിലീസ് ചെയ്ത് ഇങ്ങനെ വരാം. ശ്രദ്ധിക്കണം, നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ ഓവർ സ്ട്രെച്ചിങ്ങിന് പോകാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ഇടത്തെ കാലിനും
ഇതേ റൂട്ട് കൂടെ തന്നെ കൈ പതുക്കെ ഉയർത്തി സാവകാശം മുന്നോട്ട് വന്നു. ഇടത്തേക്കാൾ പതിയെ വന്നു. ശ്വാസം എടുത്ത് പ്ലാങ്ക് പോസിൽ പോയി. എക്സേൽ വന്നു. ഇൻഹേൽ ആൻഡ് എക്സേൽ അഷ്ടാംഗ നമസ്കാരത്തിൽ വന്നു. റിലീസ് ചെയ്തു. ഭുജംഗാസനം വന്നു. പതിയെ ശശങ്കാം ആൻഡ് ഇൻഹേൽ ആൻഡ് എക്സേൽ മൗണ്ടൻ പോസിലേക്ക് വന്നു. വളരെ ഫ്രീ ആയിട്ട് മൗണ്ടൻ പോസിലേക്ക് വന്നു. അതിനുശേഷം കാറ്റ് പോസിൽ വന്ന് കേട്ടോ കാലെടുത്ത് വയ്ക്കാം. അതല്ലെങ്കിൽ നല്ല പ്രാക്ടീസ് ആയവർക്ക് ഈസി ആയിട്ട് എടുത്ത് വയ്ക്കാം. തല പൊന്തിച്ച് നോക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഫുൾ എക്സേൽ നല്ല ഫ്രീ എക്സേൽ കൊടുക്കുക. നല്ല റിലീസ് ചെയ്ത് സാവകാശം തല കൈകൾ മുകളിലേക്ക് ഉയർത്തി റിലീസ് ചെയ്യുക. പെട്ടെന്ന് നമ്മൾ സൂര്യനമസ്കാരം ചെയ്യരുത്. ആദ്യം നല്ല മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്ത് ഹിപ്പ് മൂവ്മെന്റ്സ് ഒക്കെ വളരെ ഫ്രീ ആയിട്ട് കൈകൾക്കൊക്കെ നല്ല നല്ല റിലീസിങ് സിലബസുകളൊക്കെ ചെയ്ത് റിസ്റ്റിനൊക്കെ നല്ല മസാജ് കൊടുത്ത് നെക്ക് മൂവ്മെന്റുകളൊക്കെ സാധാരണ യോഗയിൽ ചെയ്യുന്ന വ്യായാമങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ സൂര്യ നമസ്കാരത്തിൻ്റെ ബേസിക്സിലേക്ക് വരാം. ശ്രദ്ധിക്കുക, നമ്മൾ ഈ പ്രാവശ്യം നടക്കുന്ന സൂര്യ നമസ്കാര യജ്ഞത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അതിന് നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. നല്ലൊരു പ്രചോദനമാവട്ടെ. ശാന്തിയോയുടെ 19ാം വാർഷികത്തിൽ എല്ലാവർക്കും നല്ല സന്തോഷവും ആരോഗ്യവുമുള്ള ഒരു നല്ല സുദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.